DJ Sana, Kerala's leading celebrity DJ. നമസ്കാരം സന. ഹായ്, നമസ്കാരം. എങ്ങനെ ഓസ്ട്രേലിയയുടെ എക്സ്പീരിയൻസിനെ പറ്റി എന്ത് പറയുന്നുണ്ട്? 2 ഷോ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ബ്രിസ്ബെയിനിലുണ്ടായിരുന്നു. ഫസ്റ്റ് വാസ് ഇൻ ബ്രിസ്ബെയിൻ ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് ഇൻ സിഡ്നി യെസ്റ്റർഡേ. ഞാൻ ഐ നെവർ എക്സ്പെക്റ്റഡ് ഇങ്ങനെ ഒരു ക്രൗഡിനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഞാൻ എൻറ്റർ ചെയ്തപ്പോൾ തന്നെ ദേ വർ സ്ക്രീമിങ് മൈ നെയിം ആൻഡ് യു നോ ദ ക്രൗഡ് വർ റിയലി ക്രേസി. എനിക്ക് എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഭയങ്കര ഒരു ഹ്യൂജ് എന്താ ക്രൗഡായിരുന്നു. ആൻഡ് ദെൻ ഇറ്റ് വാസ് അമേസിങ്. ഐ ഹാവ് നോ വേർഡ്സ്. ഐ ജസ്റ്റ് സെഡ് ഐ ലവ് ദം. സോ ബ്രിസ്ബെയിനിൽ ചെയ്തു ഫസ്റ്റ്, ഇത് സെക്കൻഡ് ആയിരുന്നു സിഡ്നിയിൽ. കമ്പയർ ടു ബ്രിസ്ബെയിൻ ടു ദ സിഡ്നി ഇസ് ബെറ്റർ ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സിഡ്നിയിലെ ക്രൗഡ് കുറച്ചും കൂടി എനർജി ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ നമുക്ക് ബ്രിസ്ബെയിനിൽ ഭയങ്കര യങ് ക്രൗഡായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഒരു മിക്സ്ഡ് ക്രൗഡ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ കൂടുതലും ഇതിൽ ഫോക്കസ് ചെയ്തത് സൗത്ത് മ്യൂസിക്കാണ്. ഓക്കെ, അപ്പം ആ മലയാളം അല്ലെങ്കിൽ തമിഴ് മ്യൂസിക്കിന് ഒരു യങ്സ്റ്റേഴ്സിനെക്കാട്ടും കൂടുതൽ നമ്മളുടെ കുറച്ചും കൂടിയും ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്രൗഡ് അത് റെസ്പോണ്ട് ചെയ്തപ്പം ഇറ്റ് വാസ് റിയലി ക്രേസി. ഓക്കെ, യങ്സ്റ്റേഴ്സ് നമുക്കറിയാം എപ്പോഴും ഒരു മ്യൂസിക് കോൺസേർട്ടിന് ദേ വർ ഓൾവേസ് റെഡി ഫോർ ദാറ്റ്. പക്ഷേ കുറച്ചും കൂടി ഒരു മെച്യൂർ ക്രൗഡ് ഇങ്ങനെ ക്രേസി ആയിട്ട് പാർട്ടി ചെയ്യുന്നത് ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഐ തിങ്ക്. താങ്ക് യു. സോ സന ഇപ്പോൾ വേൾഡ് ടൂർ നടത്തിയിട്ടുണ്ട്. ഈ റീസെന്റ് യു വെന്റ് ടു ദ UK. യുകെനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഓസ്ട്രേലിയനെ പറ്റി എന്ത് തോന്നുന്നുണ്ട്? ഇപ്പം ഞാനിപ്പം ഇൻ്റർനാഷണലി ടൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന കൺട്രീസിൽ എവിടെ പോയാലും നമ്മൾ കേരളൈറ്റ്സിന് അല്ലെങ്കിൽ മലയാളികൾക്കൊരു കോമൺ ഫാക്ടർ ഉണ്ടല്ലോ, ദേ ലവ് ദെയർ മ്യൂസിക്. ഓക്കെ, നമ്മൾ എത്ര ഇൻ്റർനാഷണൽ ഹിറ്റ്സ് പ്ലേ ചെയ്താലും, നമ്മൾ എത്ര ദ ലേറ്റസ്റ്റ് ട്രാക്കിൽ പ്ലേ ചെയ്താലും അവരുടെ മലയാളം, അവരുടെ നൊസ്റ്റാൾജിയ ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സെയിം ആണ്. മലയാളികളുടെ ഒരു കോമൺ ക്യാരക്ടറാണ് അത്. അത് അതാണെങ്കിൽ ദേ ആർ ഹാപ്പി ടു ഗോ വിത്ത് ദ വൈബ്. സ്റ്റിൽ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, യെസ്റ്റർഡേ I was doing the mashups or remixes of our Malayalam tracks, you know, and ഞാനത് ചെയ്തത് ഇൻ്റർനാഷണലി ഹിറ്റായിട്ടുള്ള കുറേ ഐ മീൻ ട്രാക്സുകളായിട്ടുള്ള മാഷപ്സ് ആണ് ചെയ്തത്. അപ്പം ഈവൻ ഐ പ്ലേഡ് സം ഹാർഡ് ടെക്നോ ഓർ സം യുനോ ട്രാൻസ് വിത്ത് ദിസ് മലയാളം സോങ്സ് ആൻഡ് I was amazed. They were really responding really good, you know. നമ്മളുടെ മലയാളികൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത രീതി വാസ് റിയലി ഗുഡ്. സോ ഐ ലവ്ഡ് ഇറ്റ്. താങ്ക് യു. സന, ഡിജെനോട് ആദ്യമായിട്ട് ഈ ആകർഷണം തോന്നിയത് എന്നാണ്? ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തന്നെ മറന്നുപോയി. ഐ ഫീൽ ലൈക്ക് യുനോ എനിക്കിപ്പം DJing അല്ലാതെ എന്താ പറയുക, എന്തായിരുന്നു ബിഫോർ DJing എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി എനിക്ക് ഒന്നും ഓർമ്മയില്ല. എനിക്ക് എൻ്റെ ഒറിജിനൽ നെയിം പോലും എനിക്ക് ഓർമ്മയില്ല. എവരി വൺ കോൾസ് മീ DJ Sana. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് സെക്കൻഡ് ബർത്ത് ഓർ സംതിങ്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഓക്കെ, DJ ആവാനുള്ളൊരു ഡിസിഷൻ വാസ് ലൈക്ക് യു ആർ ഫ്രം കേരള, റൈറ്റ്? ഓക്കെ, നമ്മളുടെ നാട്ടിൽ ഒരു നൈറ്റ് ക്ലബ് കൾച്ചർ, റിയലി നൈറ്റ് ക്ലബ് കൾച്ചർ അല്ലെങ്കിൽ DJing കൾച്ചർ അല്ലെങ്കിൽ ക്ലബിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് റെയർ, റൈറ്റ്? വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ DJ ആവാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് മെയിൽ DJs ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ കുറച്ച് ക്ലബ്സ്, നൈറ്റ് ക്ലബ്സ് ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു, മെയിൽ DJs ഉണ്ടായിരുന്നു. ബട്ട് ഫീമെയിൽ DJs വെരി റെയർ. ഓക്കെ, ഐ തിങ്ക് ബിഫോർ മീ മേ ബി 2-3 ഫീമെയിൽ DJs ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഐ ഹാവ് നോ ഐഡിയ. സോ ഐ തോട്ട് ഓക്കെ, ഇങ്ങനൊരു സംഭവം ഉണ്ട്. ആൻഡ് ഞാൻ കുറച്ച് നാൾ മിഡിൽ ഈസ്റ്റിൽ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഈ കൾച്ചർ അറിയാമല്ലോ. ഐ മീൻ നൈറ്റ് ക്ലബ് കൾച്ചർ അറിയാം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കേരള there is no female DJ, there is not much clubs. So I was thinking, okay, I want to learn something, you know, I want to become something different or you know a unique artist. So അങ്ങനെയാണ് എനിക്ക് DJing എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്നുള്ളൊരു ഐഡിയ കിട്ടിയത്.
then I thought, okay, പഠിക്കാം. Then I went for a course in Pune and അങ്ങനെയാണ് ഒരു പ്രൊഫഷനായിട്ട് ഇതിൽ വരാനൊരു ഡിസിഷൻ ചെയ്യുന്നത്. സോ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഷോസ് വരാൻ തുടങ്ങി. Then I decided to make it profession. അപ്പം സെന ജനിച്ചു വളർന്നൊക്കെ മിഡിൽ ഈസ്റ്റിലാണോ? ഇല്ല, ഞാൻ കൊച്ചിയിൽ നിന്നാണ് എൻ്റെ ഒറിജിൻ, കൊച്ചിൻ. പിന്നെ കുറേ വർഷങ്ങൾ എൻ്റെ ചൈൽഡ്ഹുഡും കുറച്ച് വർഷങ്ങളൊക്കെ ഞാൻ ഖത്തറിലായിരുന്നു. അപ്പം ഖത്തർ ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. സോ then I became a DJ. Then again I went back to Qatar as a local DJ. I was a resident DJ over there, and after that I performed for FIFA. Then ippom tours ചെയ്യുന്നു. FIFA ആണോ ആക്ച്വലി DJ സനാന ആസ് എ DJ സന ആക്കിയത്, ഇത് സെലിബ്രിറ്റി DJ സന ആക്കിയത്, മാറ്റിയത്? യെസ്, ഐ വുഡ് സേ യെസ്. അപ്പം ഫീഫ കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടിയും ഒരു ഇൻ്റർനാഷണലി നമ്മളെ ഒരു പ്രൊഫൈൽ ഒന്ന് റിനോവേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം ലൈക്ക് എന്താ പറയുക, അതിനു മുൻപ് ഇതെൻ്റെ ഒരു ഡെയിലി ജോബ് പോലെയായിരുന്നു DJing എന്ന് പറയുന്നത്. ഐ ടോൾഡ് യു ഐ വാസ് എ റെസിഡൻറ്റ് DJ ഇൻ ഖത്തർ. സോ എവറി ഡേ ഐ വാസ് പ്ലേയിങ് ഇൻ ഡിഫറെൻറ്റ് ക്ലബ്സ്. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഡെയിലി ജോബ്. അപ്പം ഫീഫയ്ക്ക് ശേഷമാണ് ലൈക്ക് ഒരു നമ്മളൊരു സെലിബ്രിറ്റി DJ അല്ലെങ്കിൽ ഒരു നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആസ് എ DJ എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഡെഫിനറ്റ്ലി ഫിഫയ്ക്ക് ശേഷമാണ്. സോ ദാറ്റ് വാസ് എ മൈൽസ്റ്റോൺ. Milestone is in the FIFA World Cup in Qatar. Yeah. So you always remember that one. That's my biggest stage, and അതിലും വലിയൊരു സ്റ്റേജ് ഇനി വരുമെന്ന് എനിക്കറിയില്ല. മേ ബി വന്നാലും Of course. അതായിരിക്കും എൻ്റെ biggest stage. Why not? Australia is happening this in a 20 another 5 years time for Olympics happening. Okay. Maybe there. I don't know. I'm not sure. I would Maybe love to. the next question, Sana, which may be controversial, as a Muslim girl. Yeah. എനിക്ക് അതാണ് അറിയാനുള്ളത്, എങ്ങനെയാണ് ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് ഒരു DJസിനായിട്ട് മാറിയത്? അതിൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് അത് പിടിച്ചു നിന്നത്? ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. ഐ വുഡ് സേ നല്ല രീതിക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സർട്ടൻ പീരീഡിന് ശേഷം എനിക്ക് തോന്നുന്നു സൊസൈറ്റി ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും ദേ സ്റ്റാർട്ടഡ് accepting me. Okay, they started loving me. They ആ ഒരു ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ഏതൊരു പുതിയ കൾച്ചർ നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോഴും ഇനീഷ്യലി നമുക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്കിത് വേണോ, ദിസ് ഇസ് നോട്ട് അവർ കൾച്ചർ, അല്ലെങ്കിൽ ദിസ് ഇസ് സംതിങ് എന്താ പറയുക നമ്മുടെ എല്ലാ വെസ്റ്റേൺ ആണ് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സെപ്റ്റൻസിനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ, അതാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ എന്താ പറയുക, നമ്മളൊക്കെ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നതിന് ഒരു ടാബു ആയിട്ടൊക്കെ നമ്മൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. അല്ലെങ്കിൽ ഒരു 6 o'clock ശേഷം നമ്മൾ പുറത്ത് പോകുന്നതിന് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മുടെ വീട്ടിലൊക്കെ, നാട്ടിലും വീട്ടിലൊക്കെ. അപ്പം അതിന്ന് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ലേറ്റ് നൈറ്റ് ജോബ്, ദിസ് ഇസ് ആക്ച്വലി എ ലേറ്റ് നൈറ്റ് ജോബ്. അപ്പം അങ്ങനെ ഒരു മാത്രമല്ല DJing ഈസ് എ വെരി ഗ്ലാമറസ് ജോബ്, വെരി ലേറ്റ് നൈറ്റ്, വെരി ട്രെൻഡി, വെരി ഇൻ്റർനാഷണൽ, റൈറ്റ്? സോ അങ്ങനെ ഒരു ജോബ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന എല്ലാ സ്ട്രഗിൾസും എല്ലാ ഓബ്സ്റ്റിക്കിൾസും എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഇതിനൊക്കെ എന്താ പറയുക ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടായിരുന്നു. മേ ബി ഐ വാസ് ഷുവർ ദാറ്റ് എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ. ഐ വാസ് ഷുവർ. സോ അതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതിനെല്ലാം ഓവർകം ചെയ്തു. അപ്പം ഈ ഓവർകം ചെയ്തപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ ഒപ്പോസ് ചെയ്തിരുന്നവർക്കൊക്കെ മനസ്സിലായി. അപ്പം എന്താ പറയുക, നമ്മളതിൽ ഷുവറാണല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ അത്രയും 100% കൊടുത്തിട്ട് എന്താണെങ്കിലും മാറ്റമില്ല എന്ന് നമ്മളൊരു ഡിസിഷനിൽ നിന്ന് നിൽക്കുമ്പോൾ ഐ തിങ്ക് ബാക്കിയുള്ളവർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഷീസ് റൈറ്റ് എന്നുള്ളതിൽ. നൗ ഐ തിങ്ക് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ കേരളത്തിൽ കുറച്ച് ഷോസ് ചെയ്തായിരുന്നു. അതും റിലീജിയസ്ലി what I can say, some festivals maybe in temple and some festival related to Muslim പള്ളി. Yeah, of course. അപ്പം അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ഒക്കെ ആയിരുന്നെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന crowd was really happy and the organizers wanted me to perform out there and the crowd went crazy and
അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ബാരിയേഴ്സും ഒബ്സ്റ്റക്കിൾസും ഒക്കെ അതൊക്കെ തുടക്കകാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ദേ റിയലി വോണ്ടഡ് ടു എൻജോയ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കെൻ യു ബിലീവ് ഐ പെർഫോംഡ് ഇൻ എ ടെമ്പിൾ ഇൻ കേരള. ഓക്കെ, അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആളുകൾ മാറി. ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് ന്യൂ തിങ്സ്. ഓക്കെ, അല്ല പള്ളിയിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, പള്ളിയിൽ അതെന്താണ് സംതിങ് റിലേറ്റഡ് ടു എ ഫെസ്റ്റിവൽ ഓഫ് മോസ്ക്. ഓക്കെ, നോട്ട് ഇൻ ആ മോസ്കിന്റെ ഒരു പ്രെമിസസിലല്ല, ആ മോസ്കിലെ ഒരു സ്പെഷ്യൽ ഡേനോട് എന്താ പറയുക ആയിട്ടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. അപ്പം അത് ഓർഗനൈസ് ചെയ്തത് മുസ്ലിംസ് ആണ്. മുസ്ലിംസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു ക്ലബ്ബാണ് ഓർഗനൈസ് ചെയ്തത്. സോ അന്ന് ആ നാട്ടിലെ വളരെ നോർമൽ ലൈഫ് ജീവിക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരുന്നു നമ്മുടെ ഓഡിയൻസ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ റിയലി ലവ്ഡ് ഇറ്റ്. ഓക്കെ, ഐ കുഡ് സീ വളരെ എന്താ പറയുക ഒരു വില്ലേജ് ഏരിയയിൽ താമസിക്കുന്ന സ്ത്രീകൾ അവർ വന്നിട്ട് നമ്മളടുത്ത് ഭയങ്കര സന്തോഷത്തോടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം കണ്ടിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത്, അതൊന്നും ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ബട്ട് നൗ ആളുകളൊക്കെ മാറി. മേ ബി ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ ഐ വുഡ് സേ. അപ്പം അവർ പുതിയ ലോകങ്ങൾ കാണാൻ തുടങ്ങിയപ്പം they started accepting new things. That's it. Yeah. ഈ കരിയറിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്, മാം ആൻഡ് ഡാഡ് ആണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ? എൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിസൈസേഴ്സ് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതായത് ഐ ടെൽ യു വൺ തിങ്. ഇപ്പം മലയാളീസ് നമ്മൾ എത്രയൊക്കെ എന്താ പറയുക ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക കൾച്ചറിൻ്റെ ഒരു സിനാരിയോ ഉണ്ട്. അതെ അതെ. അപ്പം അതുകൊണ്ടുള്ളൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റിസർവ്ഡ് ആണ്. ഐ വുഡ് സേ നമ്മളെപ്പോഴും റിസർവ്ഡ് ആണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളർന്നു വന്ന സാഹചര്യം എൻ്റെ ഫാമിലിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈവൻ എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും അവരൊന്നും സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്ത് പോവില്ല. അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ 6 PM ട്രാവൽ ചെയ്യുന്നത് പേടിയാണ് അവർക്ക്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ പോലും അവർ ഉപയോഗിക്കില്ല. സോ അത്രയും റിസർവ്ഡ് ആയിട്ടുള്ള ലൈഫാണ് അവരുടെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നതാണ്. പക്ഷേ എന്താ പറയുക, വെൻ ഐ പ്രൂവ്ഡ് ഓക്കെ ഇതാണ് എൻ്റെ ഏരിയ എന്ന് പ്രൂവ് ചെയ്തപ്പം ആൻഡ് ഇൻ്റർനാഷണലി നമ്മളെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മേജർ ക്രൗഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഒക്കെ വന്നപ്പോൾ മേജർ ക്രൗഡ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവരും ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ആക്ച്വലി മാറ്റം ഉണ്ടാവുന്നത് അല്ലേ? അതായത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഗ്രാജുവലി ആണ് എല്ലാം മാറുന്നത്. ഞാൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു അപ്രോച്ച് അല്ല ഇപ്പം എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്കോ എന്നോടുള്ളത്. ഇപ്പം അത് മാറി. ആദ്യം ഇതെന്താ ഇവർ കാണിക്കുന്നതെന്നുള്ളത് മാറിയിട്ട് നൗ ദേ ആർ റെഡി ടു എക്സ്പീരിയൻസ് ഇറ്റ്. യാ ഓക്കെ. എന്തായാലും എന്ത് സംഭവിക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും ആദ്യം തന്നെ. അത് ആരായിരുന്നു അതിന് മെയിനായിട്ട് സപ്പോർട്ട് തന്നത്? ഫസ്റ്റ് ഡെഫിനറ്റ്ലി കോളേജ് ക്യാമ്പസിലൊക്കെ ഉണ്ടായിരുന്ന ഷോസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത്. അതായത് യങ്സ്റ്റേഴ്സ് തന്നെയാണ് എപ്പോഴും, ബിക്കോസ് ദേ നോ എന്താണ് മ്യൂസിക് കൾച്ചർ അല്ലെങ്കിൽ എന്താണ് DJing എന്നുള്ളതിനെക്കുറിച്ച് യങ്സ്റ്റേഴ്സിന് അറിവുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഷോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിരുന്നത് അങ്ങനത്തെ ഷോസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ പിന്നെ എന്താ പറയുക ഈ കൾച്ചറൽ ഷോസിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. ഇപ്പം അതല്ലാതെ നമുക്ക് കൾച്ചറൽ ഷോസിൽ നിന്നും ആദ്യം ഒരു എൻട്രി ഉണ്ടായിരുന്നില്ല.
ഈ ക്യാമ്പസ് ഷോസ് ഒന്നും തുടങ്ങി, ക്ലബ് ഷോസ് ഒന്നും തുടങ്ങി, പിന്നെ അത് കോർപ്പറേറ്റ് ഇവൻറ്റ്സിലേക്ക് മാറി, പിന്നെ അത് ഫാമിലി ഇവൻറ്റ്സിലേക്ക് മാറി. നൗ ഇപ്പം നമ്മുടെ നാട്ടിൽ വെഡ്ഡിങ്സിനും അല്ലെങ്കിൽ ഈവൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോലും ഇപ്പം DJ ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ അത് കൾച്ചറൽ ഇവൻറ്റ്സിന് മാറി. ഈവൻ ദോ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ഡേയ്സിൽ അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽസിന് പോലും DJ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ മാറ്റമാണ്. സോ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ആസ് യൂഷ്വൽ എല്ലാ പുതിയ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് അല്ലേ. They were the supporters for me. Yeah. ഈ ഷോസ് ഇല്ലാത്ത സമയങ്ങളിൽ സന എന്താണ് ചെയ്യാറുള്ളത്? I'll be traveling almost. എല്ലാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ വീക്കെൻഡ്സ് I'll be playing in different countries or different cities like. അപ്പം ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത സിറ്റിയിലേക്കുള്ള ട്രാവലിംഗ് ആയിരിക്കും ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ I'll be traveling. So I'll explore the places, new things, new food and new culture, new music. This are my, you know, എന്താ പറയുക, ഷോ ഇല്ലാത്ത സമയങ്ങളിൽ ഇതൊക്കെ ആയിരിക്കും പരിപാടി. താങ്ക് യു. ഒരു പ്രോഗ്രാമിന് ഒരു ഷോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്? ഫസ്റ്റിൽ സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്, പിന്നെ നമ്മൾ ഫാസ്റ്റ് ആകുന്നുണ്ട്. എങ്ങനെയാണ് ആ സെറ്റപ്പ് ഒക്കെ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്?